മൊബൈൽ ഫോൺ നൽകാത്തതിൻ്റെ പേരിൽ 1-ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. എങ്ങനെ സാധിച്ചു? കുട്ടി ജനിച്ചത് മുതൽ ഇത്രയും വർഷങ്ങൾ, 5-6 വർഷങ്ങൾ ഇല്ലായ്മ എന്നുള്ളൊരു വസ്തുത കുട്ടി അറിഞ്ഞിട്ടേയില്ല. പറയുന്നത് എന്തും മേടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടി സാധിച്ചത് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കൊല്ലങ്ങളോളം എല്ലാം നടന്നു പോയി കൃത്യമായി വന്നു. ഒരു ദിവസം കുട്ടി വിചാരിച്ചത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് സഹിക്കാൻ പറ്റാത്തൊരു ഷോക്കായി മാറുകയാണ്. ലൈഫിൽ ഒരിക്കലും കിട്ടാത്തൊരവസ്ഥ അനുഭവിച്ചിട്ടില്ല ആള്. കുട്ടി മുമ്പ് ആളുകൾ പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ പത്രത്തിൽ നിന്ന് വായിച്ചതോ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടു പഠിച്ചതോ ആയ സൂയിസൈഡ് എന്നുള്ള തോട്ടിലേക്ക് പോവുകയാണ്. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ്. കുട്ടി ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇത്ര വർഷം കുട്ടി ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു, പെട്ടെന്നൊരു നിമിഷം അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. ആരായിരിക്കും ഉത്തരവാദി? ഈ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കുട്ടി ചോദിച്ച അതേ സമയത്ത് കൊടുക്കാതെയും അല്ലെങ്കിൽ കുട്ടി ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാതെയും ചില ഇല്ലായ്മകൾ കൂടി കുട്ടി പഠിച്ചു പോകേണ്ടതുണ്ട്. ഉള്ളായ്മകൾ മാത്രമല്ല, ചില ഇല്ലായ്മകൾ കൂടി കുട്ടി പഠിച്ചു പോകേണ്ടതുണ്ട്. പക്ഷെ അത് പഠിക്കാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടില്ല. കാരണം ആരാണ്? രക്ഷിതാക്കൾ തന്നെയാണ്. ഇതേപോലെ മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ക്ലാസ്സിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അതെന്താണ്? ആ കുട്ടി ഇത്രയും കാലം വിജയം മാത്രം അറിഞ്ഞ് മുന്നോട്ട് പോയ ഒരു കുട്ടിയാണ്. ഒരു വട്ടം പോലും പരാജയം രുചിക്കാൻ സാധിച്ചിട്ടില്ല. ചെറിയ പരാജയങ്ങൾ രുചിച്ച് അത് പിന്നീട് ഒരു വലിയ പരാജയങ്ങളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചിലപ്പോൾ വിജയത്തേക്ക് പോകാം, അല്ലെങ്കിൽ അത് വലിയ ഒരു പരാജയത്തിലേക്ക് പോയാൽ പോലും അത് സഹിക്കാനും അത് വിജയത്തിലേക്കുള്ളൊരു പടിയാണ് പരാജയമെന്ന് മനസ്സിലാക്കി വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും കുട്ടികൾക്ക് സാധിക്കും. പക്ഷേ ഒരിക്കൽ പോലും ജീവിതത്തിൽ പരാജയം അനുഭവിക്കാതെ കടന്ന് ചെന്ന് ഒരു നിമിഷം പരാജയമോ അല്ലെങ്കിൽ ഒരു നിമിഷം ഉദ്ദേശിച്ച കാര്യം കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഷോക്കിലേക്ക് അവർ പോവുകയും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, കുട്ടികൾക്ക് പരാജയം അനുഭവിക്കാനുള്ള അവസരങ്ങൾ കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്ക് ഇല്ലായ്മകൾ കൂടി അനുഭവിപ്പിച്ച് അറിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എല്ലാം ഉള്ളായ്മകൾ മാത്രമല്ല, ഇല്ലായ്മകളും ഒരു സൈഡിലൂടെ ചെറിയ രീതിയിൽ കുട്ടി അനുഭവിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ലൈഫിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പരാജയങ്ങളോ അല്ലെങ്കിൽ ഒരു നിമിഷം ഒരു സാധനം കിട്ടിയില്ലെങ്കിലോ കുട്ടിക്ക് അത് ക്ഷമ ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കുവാനും സാധിക്കും. നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ല കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.